ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇറങ്ങാൻ നേരത്ത് ഇവിടെ എന്റെ ചുണ്ടുമൽ എന്തോ തന്ന് ഒരുമാതിരി ചോന്ന് കിടക്കുന്നു, ഓവർ ചോന്ന് തോന്നുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ലുലു പോവാണ്. കുറെ കാലം അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിട്ടെ, അപ്പം അവിടെ പതിവില്ലാത്ത കാഴ്ചയാണ് നിങ്ങളിപ്പം കാണുന്നത്. നമ്മളെ ടാങ്ക് 70% ഫുള്ളാ. നമ്മളിപ്പോ ട്രാഫിക്കിലാണ്. ഞാൻ ഇന്ന് ചിലപ്പം അൽഫിക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എന്ത് പാത്രങ്ങളാ? നമ്മളെ വീട്ടിലേക്ക് കിച്ചണിലേക്ക് കുറച്ച് ക്യൂട്ട് പാത്രം. കുക്കിങ്ങിനുള്ള ഇതാണോ അതോ കുക്ക് ചെയ്യാനും സെർവ് ചെയ്യാനും ബേബി? എന്നാലും എനിക്ക് നല്ല നല്ല ഫുഡ് കിട്ടും. കുറച്ച് ഓവറായിട്ട് അങ്ങ് വലുതായൊന്നും എനിക്ക് ചെറുതായ പോലെ ആണോ? എനിക്ക് വലുതായ പോലെ പഠിച്ചനെ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്നാ തിരക്കില്ലാത്ത ബേബിയോ? പിന്നിപ്പോ വെക്കേഷനും കൂടെ ഞാൻ അത് മറന്നിട്ടോ, വെക്കേഷന്റെ കാര്യം മറന്നു. നല്ല തിരക്കുണ്ടാവും. മോളിന്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടുന്നത് ഏതാ ഫീല്. ഞാനിപ്പം തന്നെ ഇന്നെ തട്ടിട്ട് തന്നെ ജസ്റ്റ് മിസ്. मेरा नाम क्या है? मेरा नाम अल्फिया बेटी है. അൽഫിയ ഇക്ബാൽ. ഗൈസ് ഇവൾ എന്റെ കൈ കടിച്ചിട്ടപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ആ കൈ നേരത്തെ മൂക്കിലിട്ട് കടിച്ചു. ഇന്നാണെങ്കിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഇവിടെ മാത്രം ആൾക്കാരില്ല, ബാക്കി എല്ലായിടത്തും ആൾക്കാരുണ്ട്. ഫുഡ് കോർട്ടിൽ ഫുള്ളാണ്. ഞങ്ങളിപ്പോ മെക്ഡൊണാൾഡ്സിലെത്തി. 2 ബർഗറും ഒരു ഡ്രിങ്കും ഓർഡർ ചെയ്തു. ഒന്നാമത് എനിക്ക് തൊണ്ടക്ക് ഭയങ്കര ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് തണുപ്പില്ലാത്ത ഒന്നുമില്ല. അപ്പം ആൾക്കാർ ഒരു നോർമൽ വാട്ടർ ഓർഡർ ചെയ്തു. എന്റെ ശുണ്ടിക്കുട്ടി അവിടെ ഇരിക്കുന്ന. ഹലോ ശുണ്ടിക്കുട്ടി. ഹലോ. ഇവിടെയും നല്ല തിരക്കാട്ടോ, എല്ലായിടത്തും ഇന്ന് നല്ല തിരക്കാണ്. നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിൽ ചെറിയ 2 ബർഗറാണ്, ചീസും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ബർഗർ അപ്പൊ എന്തായാലും എത്ര ഉണ്ടാവും. ഞാനാണെന്ന് കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ മറന്നു കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങോട്ടാ പോകുന്നത്. കണ്ടോ, ഇവിടെ അവളുടെ പരിപാടികൾ ശരിയല്ല കേട്ടാ. ഇതൊക്കെ നമ്മൾ എത്ര ചോക്ലേറ്റ് കഴിക്കുന്ന കേസ് ഇനിയും കഴിക്കണമെന്നാണോ ബേബി പറയുന്നത്? എന്ത് ടോയ്സാ കുരുട്ടെ? ചോക്ലേറ്റും വാങ്ങിട്ടോ. ഇനിയിപ്പോ ക്യാപ്സിക്കം വാങ്ങാനാണ്. പച്ച ക്യാപ്സിക്കം ഇതിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. ഇത് റേറ്റ് കുറവായിരിക്കും. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ക്യാപ്സിക്കം നല്ലോണം കഴിക്കാൻ തുടങ്ങി. 14-ാം തീയതി വിഷു ആയതുകൊണ്ട് എന്ത് പിക്കിൾസ്? മറ്റേ വയറിലാവണ സാധനല്ലേ, ഇതിന്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഇട്ടിട്ട് ചെറുത് മതി, അല്ലെങ്കിൽ നിറച്ച് ചോക്ലേറ്റ്. എന്റെ ബേബി ഇതാക്കണ സഞ്ചി 10 കിലോനും ചുമന്ന് വരുന്നുണ്ട്. നല്ലോണം തിന്നണല്ലേ? ഇപ്പൊ മനസ്സിലായല്ലേ ഗൈസ്, ആരോഗ്യമുള്ള വൈഫിനെ കിട്ടിയാൽ ഇങ്ങനത്തെ ഉപകാരങ്ങളുണ്ട്. ഇവനുണ്ടല്ലോ ഓരോ ദിവസം കൂടി വരുന്നോട് ടിപ്പിക്കൽ മറ്റേ ശരിക്കുള്ള ആണുങ്ങളുടെ സ്വഭാവം ഇല്ലേ, ഒന്ന് പറയാ വേറൊന്നും പറയാ. അതായത് വാക്കിന് വ്യവസ്ഥയില്ലായ്മ. എന്റെ മൈൻഡിൽ ഇന്ന് കുറച്ച് വെജീസ് മേടിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലുലുലു വന്നാൽ കുറച്ച് നല്ല ഫ്രഷ് വെജീസ് കിട്ടും, അത് കുറച്ച് നാൾ നിൽക്കുകയും ചെയ്യും. അപ്പൊ എന്റെ മൈൻഡിൽ അത് ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഇടയിൽ ഒരു അൽഫിക്ക് ഇന്നെന്താ, അൽഫിക്ക് കുറച്ച് പാത്രം മേടിക്കുക പറഞ്ഞിട്ട് ഇപ്പൊ ഞാന് സാലി അപ്പോൾ ക്രോക്കറി മേടിക്കാൻ പോകുന്നില്ല. അപ്പോൾ നോ, അതൊക്കെ ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞല്ലേന്ന്. ലൈക്ക് ആന കൊടുത്താലും ആശ കൊടുക്കരുത്. നീ ആന തന്നോ കുഴപ്പമില്ല, ആശ തരുന്നതിന് നമ്മൾ അത്രയും നേരം അപ്പോ പറയുന്നു ഷോപ്പിംഗ് ചെയ്യാലോ ഒന്ന് അങ്ങനെയൊക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഡിസപ്പോയിന്റ്മെന്റോ, എന്റെ ഡിസപ്പോയിന്റ്മെന്റ്, എനിക്ക് നിന്നിലുള്ള വിശ്വാസമാണ് നീ നഷ്ടപ്പെട്ടത്. വിശ്വാസം അതല്ലേ ഇല്ല, ഇല്ല, നിന്നെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് തെളിയിച്ചു. അങ്ങനെ പറഞ്ഞു ഞങ്ങള് സുപ്രീമിലെത്തി. സുപ്രീം ബേക്കേഴ്സ് കണ്ടോന്ന് എനിക്കറിയില്ല. കാറോടെ പാർക്ക് ചെയ്തു കേട്ടോ. എവിടാ നോക്കട്ടോ. ദേ നിൽക്കുന്നു നമ്മളുടെ സുട്ടുകുട്ടി. എന്തോ എടുത്തിന് കാര്യമായിട്ട് കയ്യില്. എന്താണ് കയ്യില്? ഓ, ഇപ്പോഴും കിച്ചൺ സാധനം. ഇതെന്താ പണ്ട് എന്റെ പെട്ടിപ്പിടി കൊണ്ടുവച്ചമാരിങ്ങനെ സാധനങ്ങൾ കാണാൻ വേണ്ടി നിരത്തി വെച്ചിട്ട്. ഞങ്ങളിപ്പോ 2 മുട്ട പപ്സ് വേണം. എനിക്കൊരു അബദ്ധം പറ്റി പോയി. ഞാനീ പെണ്ണേടെ തുണി എടുക്കാൻ വന്നതാണ്, ബാൽക്കണിയിൽ കുടുങ്ങിപ്പോയി. കാണിച്ചരാ. ഒരു മിനിറ്റ്. ഇത് കണ്ടോ? ഞാൻ അത്യാവശ്യം കുറച്ചു നേരം ഞാൻ ഒരു സെറ്റ് തുണി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക്, എൻ്റെ കയ്യിൽ നിറഞ്ഞപ്പോൾ അകത്തേക്ക് എടുത്ത് വെക്കാനായിട്ട് ഞാൻ പോകുമ്പോൾ
വാട്ട്? ഞാൻ കുറെ നേരം ഇങ്ങനെ ഡോറ് തുറന്നു നോക്കിയപ്പോ ഓ മൈ ഗോഡ്, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പെട്ടെന്ന്. പക്ഷെ ഞാൻ ഇതിനു മുന്നൊരിക്കൽ ഞാൻ രാത്രി ലോക്കായി പോയിട്ടുണ്ട്. അപ്പോ രാത്രിയാണ് എനിക്ക് സീൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ പറ്റുന്നില്ല. ഞാൻ സാലീനെ കുറെ വിളിക്കുന്നു, അവനാണ് ഈ ഫോൺ എടുക്കുന്നില്ല. കെയർ ടേക്കറിന്റെ നമ്പർ ഉള്ളത് അവന്റെ കയ്യിലാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാനിത് ഇവിടെ എനിക്ക് ആകെയുള്ളത് ഈ ഒരു മോപ്പാണ്. എനിക്കിത് ഡോറ് തല്ലി പൊളിക്കാൻ പറ്റൂല. കൊറേ ശ്രമിച്ച് ഇതിന്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്, നടക്കുന്നില്ല. ഇത് ഞാൻ ഇവിടെ കണ്ടോ സ്ക്രൂ എന്തൊക്കെ ഉണ്ട്, ഇതൊക്കെ അഴിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നണല്ലേ, ഇവിടത്തെയാണ് പോരുള്ളൂ. ഞാൻ കൊറേ ആയി നോക്കുന്നു, പക്ഷെ ശാലീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അയ്യോ, ഓ ഇത് ചൂട് മാത്രല്ല, ലൈക്ക് ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ കുത്തുന്ന പോലെ. ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ AC ഇട്ടിട്ടുണ്ട് ആൾക്കാര്. അപ്പൊ ഈ AC ഇടുമ്പോ AC-യുടെ വെന്റിന്റെ ഒരു ചൂടുണ്ടല്ലോ, ആ ചൂടടിച്ചിട്ട് നിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സാലീനെ വിളിച്ചിട്ട് കിട്ടി. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ, പഠിച്ചോനെ മൂക്കൊക്കെ ഒരുമാതിരി ചുമന്ന്, എൻ്റെ പൊന്നോ. ഫൈനലി ഗുഡ് ന്യൂസ് ഉണ്ട്, ഞാൻ സാലീനെ വിളിച്ചിട്ട് കിട്ടി. ഇത്ര നേരം ഞാൻ വിളിച്ചതിന് ശേഷം എന്ന് പറയാം ഫോൺ എടുത്ത്, അല്ലെങ്കിൽ 24 മണിക്കൂർ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കണം ആൾ. ഇന്നൊരു അത്യാവശ്യം വന്നപ്പോൾ ഫോൺ എടുക്കുന്നില്ല. എൻ്റെ പൊന്നോ, എനിക്ക് പറ്റുന്നില്ലെങ്കിൽ വേറൊന്നുമില്ല, ചൂട് പിന്നെയും നോക്കി, പക്ഷെ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. വേർത്ത് കുളിച്ച് എന്നിട്ട് ഇടക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ തലയിട്ട് പുറത്തേക്കൊന്ന് ആ കാറ്റ് കിട്ടാനായിട്ട്. അവിടെ കുറേ നോക്കി ആരെങ്കിലും ഉണ്ടോയെന്ന്, ഇവിടെ മുകളിലും ബാൽക്കണിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കി. പക്ഷേ ഉണ്ടായിട്ടും കാര്യമില്ല. കീ എൻ്റെ അടുത്ത് ഉള്ളത് ഒരെണ്ണം ഞാൻ ലോക്ക് ചെയ്ത്, ഡോറ് ലോക്ക് ചെയ്തിട്ട് കീ അവിടെ എൻ്റെ അടുത്താണ്, പിന്നെയുള്ള കീ സാലിയുടെ അടുത്താണ്. ക്ലൈമറ്റാണ് നോക്ക്, ഇത്ര വെയില്, ഇവിടെയൊക്കെ പിടിക്കാൻ കഴിയുന്നില്ല, പൊള്ളുക. യെസ്, ഞാൻ കുറേ നേരം ഉണ്ടല്ലോ മുകളിലേക്കൊക്കെ നോക്കിയിരുന്ന ഇനി ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും എനിക്കൊരു ഒന്നിനല്ല ഒരു ഇച്ചിരി വെള്ളം തന്നാൽ മതി. എനിക്കാണെങ്കിൽ ഇവിടെ തൊട്ടടുത്തുള്ള ഒരാളെ അറിയില്ല, ഇവിടെ ആരൊക്കെ താമസിക്കേണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞൂട. ഞാൻ വെള്ളം കുറച്ച് കിട്ടുമെന്ന് അറിയാനായിട്ട് ഞാൻ നോക്കി. കുറേ നേരമായി, ഇപ്പം എത്രയോ നേരമായി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സമയം നോക്കിയില്ല, ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് എന്താ പറ്റിയെന്ന് അറിയാം. ഞാൻ തുണി ഒരു ലെയറിലത്തെ ഇവിടെ നിന്ന് ഒരു ലെയറിലത്തെ എടുത്തു കഴിഞ്ഞ് ഞാനിതിങ്ങനെ തുറക്കാൻ നോക്കിയിട്ട് തുറയുന്നില്ല. എന്നിട്ട് കുറച്ച് എന്തെങ്കിലും എനിക്ക് തുറക്കാൻ പറ്റാത്തതിൻ്റെ എന്നിട്ട്, പക്ഷെ അത് ലോക്കായി പോകുന്ന ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ കുറച്ച് ഇങ്ങനെ നോക്കി, പക്ഷെ കഴിയുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി പെട്ടു എന്ന്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്താവാനായി. എൻ്റെ പൊന്നോ, ഇത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. രാത്രിയാണെങ്കിൽ സീനില്ല, വല്ല റീൽസൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. ഇത് ഈ ഒരു സമയമായിട്ടേ എൻ്റെ പൊന്നോ പറ്റുന്നില്ല. കുറച്ച് വെള്ളം കിട്ടിയത്, തൊണ്ട ചുണ്ടൊക്കെ ഉണ്ടോ. ഓ ഗൈസ്, ഫൈനലി സാലി അങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. അമ്മ, ഓ ഫൈനലി സാലി എത്തി. ഈ മണ്ടോ എടാ സാലി, എന്ത് കോളിംഗ് ബെല്ല് അടിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഇവിടെ അല്ലേ കയ്യിലുള്ള കീ വെച്ച്. ബേബി ചിരിക്കാതെ വേഗം വന്ന് തുറക്ക്. എടാ ഇത് തുറന്നിട്ട് തീടൂ. എടാ ദുഷ്ട, എടാ തുറന്നേ. എടാ ഇവൻ മനപ്പൂർവ്വം എന്നെ കുറ്റിയിട്ട് പോയതാണ്. ഇനി ഫോണൊക്കെ ഫോൺ ചൂടായതാണ്. ഞാനൊന്ന് പുറത്ത് പോയത് എന്താ നടക്കണത് ഇവിടെ?
വാട്ട്സ് ഗോയിങ് ഓൺ?